ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും റെക്കോർഡ് ഹൈ നോക്കിയുള്ള ഒരു തിരിച്ചുവരവായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 41 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 15,754 സെൻസെക്സിൽ ഏകദേശം 134 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 52,904 ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റായിട്ട് ഒരു ട്രേഡിംഗ് 5 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 35,668 പോയിൻറ്റ്സിലായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് IT തുടർന്ന് ഫാർമ സെക്ടറുകളായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ റാലി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റിയാലിറ്റി സെക്ടറിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ, ഓൾമോസ്റ്റ് 1% അടുത്തുള്ള ഒരു ഡിക്ലൈൻ റിയാലിറ്റി സെക്ടറിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകളിൽ 22 സ്റ്റോക്കുകളാണ് ആപ്പാടെ അഡ്വാൻസസിലുണ്ടായിരുന്നത്. ബാക്കി 28 സ്റ്റോക്കുകളും ഡിക്ലൈനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസസിൽ നിന്നുള്ള സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 5-4 ടോപ്പ് 5 പെർഫോമേഴ്സിൽ 5-4 സ്റ്റോക്കുകളും IT സെക്ടറിൽ തന്നെയായിരുന്നു. അതായത് IT സെക്ടറായിരുന്നു ഇന്ന് ഏറ്റവും ഒരു നിഫ്റ്റിനെ ഒരു മുകളിലേക്ക് കൊണ്ടുവന്നത് IT സെക്ടറായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഒരു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, HCL, L&T ഇവരായിരുന്നു ടോപ്പ് പെർഫോമേഴ്സായിട്ട് നിന്നത്. അതുപോലെ തന്നെ ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 0.18% ഗെയിനും സ്മോൾ ക്യാപ്പിൽ 1% മുകളിലുള്ള ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു വീക്കായിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്. എന്നിരുന്നാലും പിന്നീട് ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി പോലെ പിന്നീട് ഒരു ബൈയിങ് പ്രഷറായിരുന്നു മാർക്കറ്റിൽ നിന്നത്. ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് ഇന്ന് നിഫ്റ്റി ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ റെസിസ്റ്റൻസ് സോണുകൾ 15,900 എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്താണ് മാർക്കറ്റ് വീണ്ടും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു 15,600 15,900 എന്നുള്ള റേഞ്ചിനുള്ളിലൊരു കൺസോളിഡേഷൻ ആണ് ഇപ്പോൾ കാണാനുള്ളത്. അപ്പോൾ വീണ്ടും റേഞ്ചിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50 പോയിൻറ്റ്സിനടുത്ത് 47 പോയിൻറ്റ്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഉള്ള റാലി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസ് സോൺ ടച്ച് ചെയ്യും. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകൾ തീർച്ചയായിട്ടും നിഫ്റ്റിക്ക് ആവശ്യമാണ് ഇനിയൊരു റാലി മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളൊരു പുതിയ പൊസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പുതിയ പൊസിഷൻസ് എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഒരു ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് RSI ഇൻഡിക്കേറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ലൊരു സ്പേസുകൾ ഇനിയും ഉണ്ട്. ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാലും അടുത്തൊരു റാലിക്കുള്ളൊരു സ്പേസുകൾ ഇപ്പോൾ നമുക്ക് RSI ഇൻഡിക്കേറ്ററിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു തീർച്ചയായിട്ടും ഒരു ബ്രേക്കൗട്ടുകൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്മോൾ ടൈം ട്രെൻഡൊക്കെ ഒരു ബുള്ളിഷായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു റാലിക്കുള്ളൊരു പോസിബിലിറ്റി നമുക്ക് ഇനിയും മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു നമുക്ക് കാണാനുള്ളത്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു പാറ്റേൺ പോലെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, എന്നിരുന്നാലും ഇൻഡിസിസീവ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. അപ്പോൾ നമുക്ക് 35,830 ആ ഒരു റേഞ്ചിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു ഇൻഡിസിസീവ്നെസ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിനി ഒരു ബ്രേക്കൗട്ടുകൾ ആവശ്യമാണ്. 35,830 മുകളിലേക്കുള്ള ഒരു ബ്രേക്കൗട്ടുകൾ ആവശ്യമാണ് നമുക്കൊരു 36,000 എന്നുള്ളൊരു റേഞ്ചിലേക്കുള്ള റാലികൾക്കായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റേഞ്ചുകളൊക്കെ വാച്ച് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 35,500 റേഞ്ചുകൾ സപ്പോർട്ട് സോൺസായിട്ട് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് നാസ്ഡാക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പോസിറ്റീവ് മോഡിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. FTSE 33 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആവുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ SGX നിഫ്റ്റി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലാണ്. SGX നിഫ്റ്റിയും ബോർഡറിലാണ് ട്രേഡ് ആവുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിലൊരു വർധനവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ചെറിയൊരു ഇടിവ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 74.58 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 1,300 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 1,335 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിലുണ്ടായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടീവായിട്ടല്ല നിലനിൽക്കുന്നത്. രൂപയും ഒരു സൈഡ് വേയിലേക്ക് നിലനിൽക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റുകളും നമുക്ക് അത്ര സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റിസൾട്ട് സീസണിൻ്റെ ഒരു ഡ്രൈവുകൾ നമുക്കിനിയും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകളും നിഫ്റ്റിയിൽ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈൻട്രി, വിപ്രോ, L&T ഈ ഒരു സ്റ്റോക്കുകളിൽ നല്ലൊരു മൂവുകൾ കാണാനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മൈൻട്രി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ നല്ലൊരു Q1 റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തത് ഇന്ന് നല്ലൊരു റാലി മൈൻട്രീൻ്റെ സ്റ്റോക്കുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഓൾ ടൈം ഹൈയിലേക്കാണ് ഈ ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അപ്പോളോ ടയേഴ്സിൻ്റെ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാൻ നല്ലതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് എൻഡ് ആയിരിക്കുന്നത്.
അത്യാവശ്യം നല്ല വോളിയത്തിലാണ് ഇന്നും സ്റ്റോക്ക് ട്രേഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇനി അടുത്ത എൻട്രികൾക്കായിട്ട് ഒരു ബ്രേക്കൗട്ടുകൾ നമുക്ക് ആവശ്യമാണ്. 242 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത എൻട്രികൾക്കുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുക. ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും തുടരുക. ഇനി ബാറ്റ ഇന്ത്യൻ്റെ ചാർട്ട് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു കറക്ഷനൊക്കെ ശേഷം വീണ്ടും ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. വോളിയത്തിലും ഒരു ബ്രേക്കൗട്ടുകൾ കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. 1600 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി നമുക്ക് ബാറ്റ ഇന്ത്യയിലും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിപ്ലൈൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഒരു 979 അതിന് മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ വരികയാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സിപ്ലൈനെയും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ITസിൻ്റെ സ്റ്റോക്കിലും ഇന്നൊരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാനായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വോളിയത്തിലും ഒരു ചെറിയൊരു ബ്രേക്കൗട്ടുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു ചെറിയൊരു കറക്ഷൻ മൂഡിലായിരുന്നു ITC നിന്നത്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ചെറിയൊരു എക്സ്പാൻഷൻ പ്ലാൻ എന്നല്ല, അവരുടെ ഒരു ഈ സ്റ്റോറുകൾ വീണ്ടും 2 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാൻ, ഡബിളായിട്ടും ഉയർത്താനായിട്ടുള്ള ഒരു പ്ലാൻ ITC ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസുകൾ ഇവർക്കൊരു പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റുകൾ കൊടുക്കാനായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ 14 സ്റ്റോറുകളായിട്ട് ഉയർത്താനുള്ളൊരു പദ്ധതികളാണ് അവർ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ONGC ഗെയിൽ ഇന്ത്യയുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഗെയിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഗ്യാസിൻ്റെ 90% ഡൊമസ്റ്റിക് പ്രൈസിൽ വിൽക്കാനുള്ള ഒരു എഗ്രിമെൻറ്റാണ് ONGC ഗെയിലുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റോക്കിൽ നല്ലൊരു മൂവുകൾ കാണാനുണ്ടായിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ഏകദേശം 113 കോടിക്ക് മുകളിൽ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ റിസീവ് ചെയ്തതായിട്ട്, വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ നിന്ന് റിസീവ് ചെയ്തതായിട്ട് ഒരു അപ്ഡേറ്റുകൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അപ്പ് മൂവുകൾ കാണാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവരുടെ ഈ ഒരു ചാർട്ടും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പം നല്ലൊരു റൈസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കുറേ ഓർഡർ പിന്നുകൾ ഇവർക്ക് കിട്ടിയതായിട്ടുള്ളൊരു അപ്ഡേറ്റുകളും കാണുന്നുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ബുള്ളിഷ് റാലികളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊരു എൻട്രികളൊക്കെ ഒരു കറക്ഷന് ശേഷം എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. അപ്പോൾ RCൻ്റെ ആയിട്ടൊക്കെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഓവർബോട്ട് റീജിയനിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത എൻട്രികൾ ഇനി നമുക്ക് അടുത്തൊരു ബ്രേക്കൗട്ടുകൾ അല്ലെങ്കിൽ ഒരു കറക്ഷന് ശേഷം എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും തുടരുക. ഇനി അടുത്തതായിട്ട് മാരുതിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഹരിയാനയിലൊരു പുതിയ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഒരു പദ്ധതി ഇടുന്നു എന്നൊരു അപ്ഡേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 18,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയാണ് ഈ ഒരു പുതിയ പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 10 ലക്ഷം യൂണിറ്റ് നിർമ്മിക്കാൻ കപ്പാസിറ്റിയുള്ളൊരു പ്ലാന്റാണ് അവർ നിർമ്മിക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല ഇവരുടെ ഗുർഗാവോണിലുള്ള ഒരു പ്ലാന്റിനെ ഈ ഒരു പുതിയ പ്ലാന്റ് റീപ്ലേസ് ചെയ്യും എന്നാണ് കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് Q1 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫോസിസിൻ്റെ Q1 നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ 2% വർധനവ് ഉണ്ടായിരിക്കുന്നു ക്വാർട്ടറിൽ. കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 5195 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 6% വർധനവാണ് മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് ജൂൺ ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് 27,796 കോടി റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ കമ്പനിയുടെ ടോട്ടൽ കോൺട്രാക്റ്റ് ഒരു ഓർഡർ വർത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ $2.6 ബില്യൺ വർത്ത് ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ കമ്പനിയുടെ കയ്യിലുണ്ടെന്നാണ് അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. നല്ലൊരു റിസൾട്ടാണ് ഇവരും പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടാറ്റ മെറ്റാലിക്സിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ നെറ്റ് ലോസിൽ നിന്നും നെറ്റ് പ്രോഫിറ്റിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 12 കോടിയുടെ നെറ്റ് ലോസ് നിന്നെടുത്ത് ഈ ജൂൺ ക്വാർട്ടർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 94 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടാറ്റ സ്റ്റോക്കിലൊക്കെ ചെറിയൊരു അപ്പ് മൂവുകൾ ഇതിനെ തുടർന്ന് കാണാനുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ PVRനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ മ്യൂച്വൽ ഫണ്ട്സ് അവരുടെ സ്റ്റേക്ക് PVRൽ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. 16.3% നിന്നും 18.19% അവരുടെ സ്റ്റേക്ക് ഉയർത്തിയിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൊമാറ്റോൻ്റെ IPO ഇന്ന് സബ്സ്ക്രിപ്ഷനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറെ കാലമായിട്ടുള്ള കാത്തിരുന്നൊരു IPO ആയിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു റെസ്പോൺസാണ് ഡേ 1 തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഡേ 1 തന്നെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അതുമാത്രമല്ല റീറ്റെയിൽ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ 2.69 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ഇതുവരെ ഡേ 1 കിട്ടിയിരിക്കുന്നത്.
അത് ആ ഒരു ന്യൂസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റെസ്പോൺസ് ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു IPO ഓപ്പൺ ആയത് ഇവരുടെ ഒരു പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഇൻഫോഎഡ്ജിനും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു പോളിസി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഇപ്പോൾ റിലീസ് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ ബുക്ക് ചെയ്യുകയാണ് എങ്കിൽ 10,000 രൂപയുടെ ഇൻസെൻറ്റീവാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല ഈ വരുന്ന ഡിസംബർ 31-നുള്ളിലാണ് ഇലക്ട്രിക് വെഹിക്കിൾ ബുക്ക് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു 10,000 രൂപയ്ക്ക് ഇൻസെൻറ്റീവിന് പുറമെ 15,000 രൂപയുടെ ഒരു അഡീഷണൽ ഇൻസെൻറ്റീവും അതും കൊടുക്കുമെന്ന രീതിയിലാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുന്നവർക്കൊക്കെ ഒരു ഉത്തേജകമായിട്ട് അതിനുള്ളൊരു പ്രചോദനമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റയും നിങ്ങളൊന്ന് നിങ്ങളുടെ അനാലിസിസിനായിട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു പറഞ്ഞ സ്റ്റോക്കുകൾ ന്യൂസുകൾ നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.